എല്ലാവർക്കും അഭിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് സ്കോട്ട്ലാൻഡിലെ എഡിൻബറയിൽ എത്തിയിട്ട് ഒരു ബസ് ടൂറൊക്കെ എടുത്ത് നമ്മൾ സിറ്റി കറങ്ങുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ന്യൂ ഹാവൻ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം കൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ട്രാം ഇറങ്ങി കൊടുത്തുനിന്ന് ഒരു 2.2 മൈൽസ് നടക്കാനുണ്ട്, ഒരു 5 മിനിറ്റ് ഏകദേശം നടക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഓക്കെ, ഇതൊരു ഹാർബർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം. ഇതാണ് ന്യൂ ഹാവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹാർബർ. ഇവിടെ മെയിൻ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതേ പിയർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് സീ ഫുഡ്, ഗ്രില്ല്, എല്ലാ സംഭവങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് പുറത്ത്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരാം. ക്ലൈമറ്റ് അടിപൊളിയാണ്, അത് കാരണം രക്ഷപ്പെട്ടു. നല്ല തണുപ്പുണ്ട് കേട്ടോ, വെയിൽ കാണുന്നുണ്ടെങ്കിലും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കണ്ടില്ലേ പിയർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ടോ. ഇതിന് ചുറ്റുമുണ്ട്, അതേ അവിടെ ഫ്രണ്ടിലും കാണാനുണ്ട്. ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ ഫുള്ള് ഈ ഫിഷിംഗ് ബോട്ടുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ആ ലൈറ്റ് ഹൗസിൻ്റെ അവിടം വരെ ഒന്ന് നടന്നിട്ട് വരാം. നല്ല വെയിലുള്ള കാര്യം കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്, ക്ലിയർ സ്കൈയാണ്. ഇവിടെ ഫുള്ള് ഇതേപോലത്തെ ബ്രൂവറിയും സീ ഫുഡ്സും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ തിരിച്ച് പോകണ വഴിക്ക് കയറാം. അടിപൊളി. കണ്ടില്ലേ, നല്ല വെയിലുണ്ട്. വെസ്റ്റേൺ ഹാർബർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് നടക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ ഒന്ന് കറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം. ഈ സൈഡിലേക്ക് നോക്കാൻ പറ്റില്ല, ഭയങ്കര വെയിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ചൂടൊന്നും കാണിക്കുന്നില്ല. ചൂടൊന്നുമില്ല തീരെ. ടെമ്പറേച്ചർ കാണിക്കുന്നു, ടെമ്പറേച്ചർ 4 ഡിഗ്രി. ഡേഞ്ചർ ഡീപ്പ് വാട്ടർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതേ ഇവിടെ ആൾക്കാരെ നമ്മുടെ പ്രോമിസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ലേ, അതേപോലെ ഇവിടെ ലോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, പേരൊക്കെ എഴുതിയിട്ട്. അപ്പോൾ ഇതാണ് ആ ലൈറ്റ് ഹൗസിട്ടാ, ന്യൂ ഹാവൻ ഹാർബർ എഡിൻബറയിലുള്ളത്. അപ്പോൾ ആ വെസ്റ്റേൺ ഹാർബർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. എന്തോരം നടക്കണമെന്ന് അറിയില്ല. ചെറിയ ചെറിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിൽ പോകുന്നുണ്ട്. സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വെസ്റ്റേൺ ഹാർബറിൻ്റെ അവിടെ പോയി തിരിച്ചു വന്നിട്ട് നമുക്ക് ആ നേരത്തെ കണ്ട ആ റെസ്റ്റോറൻറ്റ് അവിടെ പോയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. അവിടെ ഒരു വലിയ ഷിപ്പ് എടുക്കുന്നുണ്ട്, ക്രൂസ് ഷിപ്പ്. ഇവിടെ ഒരാൾ ഫിഷിങ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നിട്ട്. വലിയ റോഡ്സൊക്കെ ഉണ്ട് പുള്ളിയിൽ. ഓക്കെ, ഇനി എന്തോരം നടക്കണമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു അവിടം വരെ നടക്കണമെന്നുണ്ട്. ഇത്രയും നടക്കണമെന്നുണ്ടെങ്കിൽ പോവില്ല, കുറച്ച് നടന്നിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. കുറേ ജോഗിങ്ങിനുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ഇവിടെ. പിന്നെ അത്രയും ദൂരം നടക്കണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പോകാണ്ടിരുന്നോ, സമയം പോകും. ഇപ്പോൾ 1-2 ദിവസത്തിനല്ലേ വന്നിരിക്കണേ. കുറച്ച് ദിവസം അവിടെ നിൽക്കാനായിരുന്നെങ്കിൽ സമയം ഉണ്ടായിരുന്നു പോയി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ന്യൂ ഹാവൻ പോർട്ട്. ഇനിയിപ്പോൾ നേരെ അവിടെ പോയിട്ട് നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഈ ബ്രീവേഴ്സ് ഫെയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുള്ള് ബിയറിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മിക്കവാറും ഈ റെസ്റ്റോറൻറ്റിൽ കാണേണ്ടതാണ്. അവിടെ ഇല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നേരെ ഈ ബ്രൂവേഴ്സിൽ വന്നൊരു ബിയർ കുടിച്ചിട്ട് സീ ഫുഡ് എന്താണെന്ന് വെച്ചാൽ നോക്കാം. കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് എല്ലാ റെസ്റ്റോറൻറ്റും ഉണ്ടോ. നമ്മളിപ്പോൾ ഓരോന്നിൻ്റെ വിലയും നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മിക്കതും 13-12, സാൽമണൊക്കെ ആണെങ്കിൽ 17 പൗണ്ട്. നമ്മൾ അവിടെ നിന്നിട്ട് പോയി വന്നത് മറ്റേ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ബീർ ഇവിടെ ലോക്കൽ ബ്രൂഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്തൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരൊരു 3 ചെറിയ കപ്പിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞു ടേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ ബീർ അവർ ചെറിയൊരു ഇതിൽ കൊണ്ടുതന്നു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 5.2% ആൽക്കഹോളുള്ള ലോക്കലി ബ്രൂഡാണ്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബീർ വന്നിട്ടാണ്, ഇതാണ് ബീർ. നമ്മുടെ ലോക്കലി ബ്രൂഡാണ് സ്കോട്ട്ലാൻഡിൻ്റെ. ഇവിടുത്തെ ഫിഷ് ആൻഡ് ചിപ്സാണ് ഈ കാണുന്നത്. നല്ല വലിയ ഫിഷ് ആൻഡ് ചിപ്സാണ് കേട്ടോ.
അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇവിടെ ഫുള്ള് ഇതേപോലത്തെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. ദ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അത്യാവശ്യം എക്സ്പെൻസീവാണ്. അവിടെ നേരെ കാണുന്ന ബ്രീവേഴ്സ് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമില്ലേ കാണുന്നത്, അവിടെ പോയി മെനു ഒക്കെ നോക്കിയായിരുന്നു. ഫുള്ള് ഇവിടത്തേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പാണ്. ഇവിടെ എല്ലാ ഷോപ്പിനേക്കാളും ചീപ്പാണ് ആ കാണുന്ന സ്ഥലം. പക്ഷേ അവിടെ ഇന്നത്തെ പറഞ്ഞ ചില ഷെഫ് ലീവ് എടുത്തു പോയിന്ന്, അതുകൊണ്ട് ഇവിടെ ബീറും മറ്റേ ലിക്കറും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വന്ന് കയറിയത്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതായിരിക്കും കയറാൻ പോണത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പോർട്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, നമ്മൾ നേരെ പോകണം കേട്ടോ. ഇരുട്ടാവാറായിട്ടുണ്ട്. 3 മണി സമയം, 3:42 സൺസെറ്റ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങി. നേരെ കാണുന്നൊരു പള്ളിയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ചെന്നിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ബസ് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഇതെന്തായാലും ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി സ്ഥലം, ന്യൂ ഹെവൻ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എഡിൻബ്ര സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഈ സ്ഥലം എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോവാം. ഇവിടെ ഇങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ എത്ര സമയത്തിനുള്ളിൽ വരുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 14 മിനിറ്റാണ് കാണിക്കുന്നത്, എഡിൻബ്ര ബസ് ടൂർസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. ഈ കാണുന്ന ഒരു ഹാർബർ ഇൻ എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ആണ്, കണ്ടിട്ട് നല്ല പഴക്കം തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ സംഭവം ചില ഫ്രണ്ടിലിരിക്കുക, കാരണം ബാക്കിൽ ഓപ്പൺ സ്പേസ് ആയിരുന്നു, അങ്ങോട്ട് നല്ല തണുപ്പായി. കണ്ടില്ലേ, ബാക്കിൽ നല്ല തണുപ്പാണ്. അത് കാരണം കൊണ്ട് തന്നെ ഫ്രണ്ടിൽ കയറി ഇരിക്കുന്നുണ്ട്. സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയ, അത് നമ്മളിപ്പോൾ നേരത്തെ പോയ ആ പോർട്ടിലൊക്കെ കണ്ടില്ലേ, നേരത്തെ അകലെന്ന് കണ്ടാണ്. Esto sería su tradito. Zo, kan ik allemaal mee? ഫ്രണ്ടിൽ സീറ്റ് കിട്ടി, അത് കാരണം പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 4 മണിയായിട്ടുണ്ട്, ഫുള്ള് ഇരുട്ടായി. അപ്പോൾ നമ്മൾ ഏകദേശം കഴിയാറായി, 4:30 വരെ ഉള്ളൂ ഈ ടൂറ്. അപ്പോൾ ഇതേപോലത്തെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിലാണ് നമ്മളിപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇങ്ങനെ വരുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു വിൻ്റർ ടൈമിലാണെങ്കിൽ ഈ ബസ് എടുക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. കാരണം 8:30 കഴിഞ്ഞിട്ടാണ് സൺറൈസ്, 3:40 ആകുമ്പോഴേക്കും സൺസെറ്റ് ആവും. അപ്പോഴേക്കും ഈ സംഭവം അവസാനിപ്പിക്കും, 4 മണിയാകുമ്പോഴേക്കും അവസാനിപ്പിക്കും. അതുകൊണ്ട് വിൻ്റർ ടൈമിൽ ഇതെടുക്കുന്നത് നഷ്ടമാണ്. അപ്പോൾ സമ്മറിലൊക്കെ വരുന്ന ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിൻ്ററിൽ വരുന്ന ആൾക്കാർക്ക് ട്രാമും ഈ ബസ്സൊക്കെ ഇവിടെ അടിപൊളിയാണ്, നല്ല ആക്സസിബിളാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് കറങ്ങിയാൽ മതി. അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ നമ്മൾ ഇന്നലെ വന്ന ക്രിസ്മസ് മാർക്കറ്റ് അവിടെ എത്തിയേക്കുന്നുണ്ട്. ഓക്കെ, ആൾക്കാർ കൂടെ മറ്റേ ബാക്ക് പേപ്പർ പിടിച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇതേപോലത്തെ ബാക്ക് പേപ്പർ വായിച്ച് നിൽക്കുന്ന ആൾക്കാർ ഇവിടെ കുറേ സ്ഥലത്ത് കാണാം കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ചെറിയൊരു ഷോപ്പിംഗ് സെൻ്ററാണ്. പിന്നെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണം, മെയിൻ സിറ്റിയിൽ. 4:20 സമയം, ഫുള്ള് ഇരുട്ടായി. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനി ഇതിനടുത്ത് വല്ല ക്രിസ്മസ് മാർക്കറ്റോ വല്ല ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോവാം. ആൾക്കാർ പേടിച്ച് കാർ നോക്കി. Yes, yes.
ആൾക്കാരൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കണം. നമ്മൾ ഇന്നലെ കണ്ടത് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ തൊട്ട് ഇപ്പുറത്തെ സ്ട്രീറ്റിൽ തന്നെ വേറെയും ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കണേ. ഇവിടെ എത്രത്തോളം വലുതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ നമുക്കൊന്ന് കയറിയിട്ട് വരാം. ഇതാണ് എൻട്രൻസ്. സാന്റാസ് വിൻ്റർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചേക്കണത്. അപ്പോൾ ഇത് റിയൽ ട്രീ ആണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ക്രിസ്മസ് ട്രീ മെയ്സ് എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഇതാണ് എൻട്രൻസ്. 5 പൗണ്ട് ഉണ്ട് ഒരാൾക്ക്. അപ്പോൾ കറങ്ങിയതേ ഇതിലേ വരണം. ഓക്കെ, ശരിക്കും മുമ്പ് നമ്മൾ ഇന്നലെ പോയ ക്രിസ്മസ് മാർക്കറ്റ് പോലെ തന്നെ, അത്രയ്ക്ക് വലുതല്ല എന്ന് മാത്രം. ഇത് ചുറു ഷോപ്പ്, ഒരു സ്വീറ്റ് ഫ്രൈ ആണ്. സാന്റാ സ്റ്റോറി, ഇതെന്താണാവോ? ക്യൂ ഹിയർ ഫോർ സാന്റാ സ്റ്റോറീസ്. ഇതൊരു ചെറിയൊരു സംഭവം ഉണ്ടോ. ഇവിടുത്തെ ലെറ്റർ ടു സാന്റ, ലെറ്റർ റൈറ്റിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ദുബായിലൊക്കെ കണ്ടിട്ടുണ്ട്, റൈറ്റ് എ ലെറ്റർ ടു സാന്റ എന്ന് പറഞ്ഞിട്ട്. സാന്റാസ് ലെറ്റർ റൈറ്റിംഗ് സ്റ്റേഷൻ. നല്ലതാണ് പോയിട്ടോ. പിന്നെ ഇപ്പുറത്ത് ഇവിടെ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മാഷ്മെല്ലോ ഇവിടെ ഗ്രില്ല് ചെയ്ത് കൊടുക്കും, 4 പൗണ്ട്. ഇവിടെ അതെ ഫ്രൈഡ് പൊട്ടാറ്റോസ്, അതിൻ്റെയൊക്കെ ഷോപ്പാണ്. ഇത് സ്വീറ്റ്. അതാണ്, ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ്. മെയിൻ സംഭവം എന്ന് പറഞ്ഞാലേ സാന്റാ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളൊരു ഷോ ഉണ്ട്. അത് മെയിൻലി കിഡ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് ചുറ്റും ഇതേപോലെ ചെറിയ ഒരു ഷോപ്പും കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് മെയ്സ്, ക്രിസ്മസ് ട്രീ മെയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. 5 പൗണ്ട് അതിനുള്ളിൽ കയറാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വഴി തെറ്റി ഇങ്ങനെ വരണം. പിന്നെ അതേ കോഫി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രേ ഉള്ളൂ. നമുക്കപ്പോൾ പുറത്തേക്ക് പോകാം. ഗോർഡൻ റംസിയുടെ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കാണ്. ഗോർഡൻ റംസി ബ്രെഡ് സ്ട്രീറ്റ് കിച്ചൺ ആൻഡ് ബാർ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ ആ സ്ട്രീറ്റിൽ നിന്ന് മെയിൻ സ്ട്രീറ്റിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ ബിൽഡിംഗ് കണ്ടില്ല നമ്മൾ ഇന്നലെ കണ്ടത്, അത് ഫുള്ള് ഇവിടെ നിന്ന് കളർഫുള്ളായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനടുത്താണ് മറ്റേ ഫെറീസ് വീലും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് അടുത്ത ദിവസം നമ്മൾ ഈ എഡിൻബറയുടെ സിറ്റിയിലുള്ളിൽ നടത്തിയ ചെറിയൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. പണ്ടത്തെ ഇവിടുത്തെ പാലസും ഇവിടുത്തെ പുതിയ പാർലമെൻറ്റ് മന്ദിരമൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.